നമസ്കാരം. അടുത്തിടെ വലിയ ഹിറ്റായ ചലച്ചിത്രമാണ് ആവേശം. സിനിമ പോലെ തന്നെ ആവേശമായിരുന്നു അതിലെ ഒരു പാട്ടും ഹിറ്റായി. ഈ പാട്ട് വൈറലായതോടെ വലിയ വിമർശനവും വന്നു. ബിഷപ്പ് ജോസഫ് കരിയിൽ ഉൾപ്പെടെ പാട്ടിനെതിരെ രംഗത്ത് വന്നു. കാരണം എന്താണെന്നോ, ഈ പാട്ടിൽ ഇല്ലുമിനാറ്റി എന്നൊരു വാക്കുണ്ട്. ഈ വാക്കിൽ ഇത്ര പ്രശ്നങ്ങളുണ്ടോ? അങ്ങനെയെങ്കിൽ ആ വാക്കിൻ്റെ പിന്നിലെ രഹസ്യം കൂടി അറിയണം, അല്ലേ? എന്താണ് ഈ ഇല്ലുമിനാറ്റി? ഇല്ലുമിനാറ്റി അങ്ങനെയൊക്കെ പറയാറുണ്ട്. ആരാണ് ഇല്ലുമിനാറ്റി? എന്താണ് ഇല്ലുമിനാറ്റി? ഇതും വിവിധ മതവിശ്വാസങ്ങളുമായി എന്ത് ബന്ധം? മോഹൻലാൽ ചിത്രം ലൂസിഫർ ഇറങ്ങിയപ്പോഴും ഇല്ലുമിനാറ്റി ചർച്ചയായിരുന്നു. നമുക്ക് ഇല്ലുമിനാറ്റിയെക്കുറിച്ചുള്ള കഥകൾ നോക്കാം. ഇല്ലുമിനാറ്റിയെക്കുറിച്ച് പല കഥകളും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. പലരും പല തരത്തിലാണ് ഇല്ലുമിനാറ്റിക്ക് നൽകിയിരിക്കുന്ന അർത്ഥങ്ങൾ. ലോകത്തിൽ തന്നെ ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള സംഘടനയാണ് ഇല്ലുമിനാറ്റി എന്നും അതിൽ ഉൾപ്പെട്ടവരെ ഇല്ലുമിനാറ്റികൾ എന്ന് പറയുമെന്നുമാണ് മുഖ്യമായൊരു വാദം. ലോകത്തെ നിയന്ത്രിക്കാൻ തന്നെ ശേഷിയുള്ളവരാണ് ഇവരെന്നും വിശ്വസിക്കുന്നവരുണ്ട്. പണം കൊണ്ട്, ബുദ്ധി കൊണ്ട്, കരുത്തുകൊണ്ട്, കാലത്തെയും കാലാവസ്ഥയെപ്പോലും പിടിച്ചു കെട്ടാൻ കഴിവുള്ളവരാണ് ഇല്ലുമിനാറ്റികൾ എന്നാണ് പ്രചരിക്കുന്ന മറ്റ് കഥകൾ. ഇവർ ലോകമെങ്ങും പടർന്നു കിടക്കുന്നു എന്നാണ് ഈ നിഗൂഢ സിദ്ധാന്തക്കാർ പറയുന്നത്. 1776 മെയ് 1 ഇന്നത്തെ ജർമ്മനിയുടെ ഭാഗമായ ബവേറിയയിൽ 5 അംഗങ്ങളുമായാണ് ഇല്ലുമിനാറ്റിയുടെ തുടക്കം. അന്ധവിശ്വാസം, വിജ്ഞാന വിരോധവാദം, പൊതുജീവിതത്തിൽ മതപരമായ സ്വാധീനം, ഭരണകൂട അധികാരം ദുരുപയോഗം ചെയ്യുക എന്നിവയ്ക്കെതിരെ പോരാടുകയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. ഇതിൻ്റെ സ്ഥാപകൻ പ്രൊഫസർ ആദം വെയ്ഷോപ്റ്റ് ആയിരുന്നു. നാട്ടിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കും മതവിശ്വാസങ്ങൾക്കുമെതിരെ പോരാടുക എന്നതായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നവരുമുണ്ട്. യുക്തിയെയും വിദ്യാഭ്യാസത്തെയും വളർത്തിയെടുത്ത് സമൂഹത്തെ നന്നാക്കുക എന്നതും ഇവരുടെ ഒരു ലക്ഷ്യമായിരുന്നു. അങ്ങനെ വിരലിൽ എണ്ണാവുന്ന അംഗങ്ങളിൽ തുടങ്ങിയ ഇല്ലുമിനാറ്റി പിന്നീട് ലോകമെങ്ങും വളർന്നു. ഇതിൽ നിന്നും പിന്നീട് ഫ്രീ മേസൺസ് എന്ന സംഘടനയും രൂപപ്പെട്ടു. ഫ്രീ മേസനുകളുടെ രൂപീകരണത്തിന് ആധാരമായ യൂറോപ്യൻ സ്വതന്ത്ര ചിന്തകരാണ് ഇല്ലുമിനാറ്റിയുടെ പിന്നിലും പ്രവർത്തിച്ചത്. ഇത്തരമൊരു രഹസ്യ സംഘടന ഉണ്ടോ എന്ന കാര്യത്തിൽ നൂറ്റാണ്ടുകളായി ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. ചിന്തകന്മാരുടെ ഒരു കൂട്ടായ്മയ്ക്ക് രൂപം നൽകി അന്ധവിശ്വാസങ്ങളെ തകർക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നും വെറും ഫിക്ഷനാണ് ഈ രഹസ്യ സംഘടനയെന്നും വിശ്വസിക്കുന്നവരാണ് ഭൂരിപക്ഷവും. ലോകത്തിലെ ഏറ്റവും രഹസ്യാത്മക സ്വഭാവമുള്ള സംഘടനയായി ഇല്ലുമിനാറ്റിയെ കരുതപ്പെടുന്നു. ഡാൻ ബ്രൗൺ തൻ്റെ ഏഞ്ചൽസ് ആൻഡ് ഡീമൺസ് എന്ന പുസ്തകത്തിലൂടെ ഇല്ലുമിനാറ്റി ഏറെ പ്രശസ്തമായി. അങ്ങനെ ലോകത്തെ തന്നെ നിയന്ത്രിക്കാൻ കഴിവുള്ള വിധം പണവും അറിവും നിർണായക അധികാര സ്ഥാപനങ്ങളിൽ സ്വാധീനമുള്ളവരുമാണ് ഇല്ലുമിനാറ്റിയിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് കരുതപ്പെടുന്നു. ഇനി വളരെ കൗതുകമുള്ള ഒരു കാര്യം കൂടി. ഇല്ലുമിനാറ്റിയുടെ ആദ്യ ഉറവിടം എവിടെയാണെന്നോ? വേറെ എങ്ങുമല്ല, നമ്മുടെ ഇന്ത്യയിൽ തന്നെ. കലിംഗ യുദ്ധത്തിന് ശേഷം അശോക ചക്രവർത്തിക്കുണ്ടായ വെളിപാടാണ് ഇല്ലുമിനാറ്റിക്ക് പിന്നിലെന്നാണ് പറയപ്പെടുന്നത്. തൻ്റെ പിതാവായ ചന്ദ്രഗുപ്തനെ പോലെ ഈ ലോകം മുഴുവൻ കീഴടക്കാൻ മഹാനായ അശോക ചക്രവർത്തി തീരുമാനിച്ചു. അങ്ങനെ കലിംഗം, അതായത് ഇന്നത്തെ ഒറീസ, കലിംഗം കീഴടക്കാൻ പുറപ്പെട്ട അശോക ചക്രവർത്തിക്ക് കലിംഗ നിവാസികളുടെ ഭാഗത്തു നിന്ന് അതിരൂക്ഷമായ ചെറുത്തുനിൽപ്പ് നേരിടേണ്ടി വന്നു. അങ്ങനെ കലിംഗ യുദ്ധം തുടങ്ങി. ആ യുദ്ധത്തിൽ 100,000-ൽ പരം പുരുഷന്മാർ മരിച്ചു വീണു എന്നൊക്കെയാണ് കരുതപ്പെടുന്നത്. ഏതായാലും ഈ യുദ്ധാനന്തരം പോർമുഖം സന്ദർശിച്ച ചക്രവർത്തി അവിടെ കണ്ട കാഴ്ച കണ്ട് ആകെ തളർന്നുപോയി. മരിച്ചു വീണ 10,000-ങ്ങളുടെ മൃതദേഹം കണ്ട് ചക്രവർത്തി യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്ന് മനസ്സിലാക്കിയ കഥയൊക്കെ നമുക്കറിയാം. പിന്നീട് അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുകയും ചെയ്തു. അത് കൃത്യമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. യുദ്ധങ്ങളിൽ പലരും തങ്ങളുടെ ബുദ്ധിശക്തിയും ശാസ്ത്രീയ അറിവുകളും തിന്മയ്ക്ക് വേണ്ടിയും നശീകരണത്തിന് വേണ്ടിയും ഉപയോഗിക്കുകയാണ് പതിവ്. ഈ ഒരു സത്യം മനസ്സിലാക്കിയ അശോക ചക്രവർത്തി ആ കാലഘട്ടം വരെ ശാസ്ത്രം ആർജിച്ചെടുത്ത എല്ലാ അറിവുകളും ഭാവിയിലെ മാനവകുലത്തിൻ്റെ പുരോഗതിക്ക് ഉപകരിക്കുന്ന പുതിയ അറിവുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി നിയോഗിച്ച ഒരു ഇല്ലുമിനാറ്റിയാണ് ഈ 9 അജ്ഞാതരായ മനുഷ്യർ ഉൾപ്പെടുന്ന സംഘം.
ഇവരുടെ കയ്യിൽ സൂക്ഷിക്കുന്ന പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന 9 വ്യത്യസ്തമായ വിഷയങ്ങളാണ് ഇലുമിനാറ്റിയുടെ ആധാരം. ആ പുസ്തകത്തിൽ മനഃശാസ്ത്രപരമായി നമുക്ക് സംഘടിതമായ ആശയപ്രചരണം നടത്തി എങ്ങനെ ഒരു യുദ്ധത്തിൽ ജയിക്കാം എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഏറ്റവും അപകടകരമായ പുസ്തകം ഇതാണെന്നും കരുതുന്നു. ഈ പുസ്തകം എവിടെയൊന്നും അറിയില്ല. ഈ അറിവ് ലഭിക്കുന്നവൻ ഈ ലോകം ഭരിക്കാൻ മാത്രമുള്ള അറിവ് ഇതിലൂടെ കരസ്ഥമാക്കുന്നു. രണ്ടാമത്തെ പുസ്തകത്തിൽ ഒരുവനെ സ്പർശിച്ചുകൊണ്ട് എങ്ങനെ കൊല്ലാൻ സാധിക്കുമെന്ന് സൂചിപ്പിക്കുന്നു. ഒരു മനുഷ്യൻ്റെ നാഡീവ്യൂഹത്തിലെ സിഗ്നലിൻ്റെ ഗതി എങ്ങനെ സ്പർശനം കൊണ്ട് നമുക്ക് മാറ്റാൻ സാധിക്കുമെന്ന് പറയുന്നു. ജൂഡോ, ചൈനീസ് ആയുധമുറ അറിയുന്നവർക്ക് ഇതിനെപ്പറ്റി അറിയാം. മൂന്നാമത്തെ പുസ്തകം മൈക്രോബയോളജിയും ബയോടെക്നോളജിയെക്കുറിച്ചും പറയുന്നു എന്നാണ് വിശ്വാസം. അന്നത്തെ കാലത്ത് മൈക്രോബയോളജിയെക്കുറിച്ചുള്ള അറിവൊക്കെ ഉണ്ടോ എന്നുള്ളത് മറ്റൊരു ചോദ്യം. ഏതായാലും നാലാമത്തെ പുസ്തകം രസവാദ വിദ്യയെക്കുറിച്ചും ലോഹങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. അഞ്ചാമത്തേത് വാർത്താവിനിമയ മാർഗത്തെക്കുറിച്ചും ഭൂമിയെപ്പറ്റിയും ഭൗമേതര കാര്യങ്ങളെപ്പറ്റിയും വ്യക്തമാക്കുന്നു. ആറാമത്തെ പുസ്തകം ഗ്രാവിറ്റിയും വൈമാനിക ശാസ്ത്രത്തെയും കുറിച്ചാണ്. ഏഴാമത്തെ പുസ്തകം പ്രപഞ്ചോൽപത്തി സിദ്ധാന്തമാണ് വ്യക്തമാക്കുന്നത്. എട്ടാമത്തെ പുസ്തകം വെളിച്ചത്തെക്കുറിച്ചും വെളിച്ചം എങ്ങനെ യുദ്ധത്തിൽ ആയുധമായി, അതായത് ലേസർ ടെക്നോളജിയെക്കുറിച്ചും പറയുന്നു. ഒൻപതാം പുസ്തകം സമൂഹശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നു എന്നാണ് വിശ്വാസം. ഐ ഓഫ് പ്രോവിഡൻസ്, അതായത് ത്രികോണത്തിനകത്തെ കണ്ണുകൾ, ഇലുമിനാറ്റിയോട് ചേർത്ത് വെച്ച് പറയുന്നവരുണ്ട്. ലോകത്തെ എല്ലാം കാണുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇതിലൂടെ ഇവർ അർത്ഥമാക്കുന്നത്. ഇലുമിനാറ്റി ഒരിക്കലും ഒരു സങ്കല്പമല്ലെന്നും ഒരു യാഥാർത്ഥ്യമാണെന്നും അവരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നതെന്നും പരസ്യമായി പറഞ്ഞ ഒരാളുണ്ട്. അത് കാനഡയുടെ മുൻ പ്രതിരോധ മന്ത്രി പോൾ ഹില്ലറാണ്. കാലാവസ്ഥ വ്യതിയാനത്തെ വരെ മറികടക്കാനുള്ള തന്ത്രം വരെ ഇലുമിനാറ്റി അംഗങ്ങൾക്ക് അറിയാമായിരുന്നു എന്നാണ് ഹില്ലറുടെ വാദം. അത് വലിയ വാർത്തയാവുകയും ചെയ്തു. അറിവാണ് ഇവരുടെ ശക്തി. ഇവർ പൊതുവെ അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കില്ല. പക്ഷേ ഈ ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസരങ്ങളിൽ അതിന് പരിഹാരം ഇവർ തന്നെ സ്വയം ചെയ്യുകയോ മറ്റുള്ളവരിലൂടെ അതിന് പരിഹാരം ചെയ്യുകയോ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പുതിയ അറിവുകൾ നേടിയും തങ്ങൾക്ക് ലഭിച്ച അറിവുകൾ സൂക്ഷിച്ചു വെച്ചും ഇവർ മറ്റുള്ള എല്ലാ രഹസ്യ ഗ്രൂപ്പുകളെ പോലെ ഇന്നും ഭൂമിയിൽ നിലനിൽക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ഈ 9 അജ്ഞാതരായ മനുഷ്യരുടെ കൂടെ ചേർത്ത് വായിക്കാവുന്ന സംഘങ്ങളുടെ പേരുകൾ കൂടിയുണ്ട്. മായൻ പുരോഹിതർ, അതായത് പഴയ മായൻ സംസ്കാരത്തെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അന്നത്തെ പുരോഹിതർ. മറ്റൊന്ന് ടിബറ്റൻ ലാമമാർ. പിന്നെ ഒന്ന് ഈജിപ്ഷ്യൻ സംസ്കാരം ഇന്നും കൊണ്ടു നടക്കുന്നവർ. ഇവരൊക്കെ ഇലുമിനാറ്റികൾ, നൈറ്റ് ടെംപ്ലേഴ്സ്, ഫ്രീമേസൺസ്, അങ്ങനെ അവരുടെ പട്ടിക അങ്ങനെ നീളുകയാണ്. ഏതായാലും ഇവരുടെ ചരിത്രവും അവരുടെ നിഗൂഢതയും ഇപ്പോഴും ഉണ്ട്. ഇന്ത്യയുടെ അഭിമാനവും ലോകപ്രസിദ്ധരുമായ പല ശാസ്ത്രജ്ഞന്മാരും ഈ സംഘത്തിലുള്ളവരോ ഈ സംഘങ്ങളുടെ സഹായം സ്വീകരിച്ചവരോ ആണെന്ന് കരുതപ്പെടുന്നവർ വരെയുണ്ട്. ഞാനീ പറഞ്ഞതൊക്കെ നമ്മുടെ വിക്കിപീഡിയ ഉൾപ്പെടെയുള്ള സൈറ്റുകളിൽ പരതിയപ്പോൾ കിട്ടിയ വിവരങ്ങളാണ് കേട്ടോ, അല്ലാതെ ഇല്ലുമിനാറ്റികൾ നേരിട്ട് പറഞ്ഞെന്ന് അറിവൊന്നുമല്ല. ഏതായാലും ഇന്നും ഇല്ലുമിനാറ്റി ഒരു നിഗൂഢതയാണ്. അതുകൊണ്ടാകാം അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ പലരും ജാഗരൂകരാവുന്നതും.